ഇപ്പോൾ രാജു എബ്രഹാം നോക്കൂ, സേനാപതി വേണു പറഞ്ഞ കാര്യത്തിൽ ഒരു 650 പേരുടെ കണക്കാണുള്ളത്. അഖിൽ രവീന്ദ്രൻ അതിൽ നിന്ന് കുറച്ചുകൂടെ തിട്ടം വരുത്തുന്ന രീതിയിൽ എണ്ണിയിട്ടുണ്ട്. 623 പേരാണ് പങ്കെടുത്തിരിക്കുന്നത്. ഇനി ഇതൊക്കെയാണ് ഇവിടുത്തെ ആഗോള അയ്യപ്പ സംഗമം പരാജയപ്പെടുന്നതിന് കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് പരാജയമാണ് എന്ന് മാധ്യമങ്ങളിൽ ചിലരൊക്കെ പറഞ്ഞിരിക്കുന്നു എന്നും അവർ പറയുന്നുണ്ട്. ഇങ്ങനെ ഇത് പരാജയം എന്നൊക്കെ ഇങ്ങനെ വരുത്താനുള്ള ശ്രമം ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്ത് കാര്യത്തിനാണ് ഈ സംഗമം നടന്നത് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഔട്ട്പുട്ട് ഉണ്ടാകുന്നുണ്ട്, ഒരു ഔട്ട്കം ഇതിൽ നിന്നുണ്ടായി എന്ന് പറയാൻ എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ പറയാൻ? ആഗോള സംഗമത്തിന് എതിരായിട്ടുള്ള വലിയ പ്രചരണമാണ് കഴിഞ്ഞ ഒരു മാസക്കാലം നടത്തിയത്. എനിക്ക് തോന്നുന്നു ആ പ്രചരണം തന്നെയാണ് ലോകമെങ്ങുമുള്ള വിശ്വാസികളും ലോകമെങ്ങുമുള്ള ജനങ്ങളും, നാനാജാതി മതസ്ഥരായ ജനങ്ങൾ വളരെ വളരെ പ്രത്യാശയോടെയാണ് ഈ ആഗോള സംഗമത്തെ കണ്ടത്. ഇന്ന് രാവിലെ അവിടെ ലൈവായിട്ടുള്ള ടെലികാസ്റ്റിംഗ് ആയിരുന്നു എല്ലാ ചാനലുകളും നടത്തിയത്. ആ എല്ലാ ചാനലുകളും കണ്ട ലൈവായിട്ടുള്ള ആളുകളാണ് ഈ മലയാളികൾ. ലോകത്തിലുള്ള എല്ലാ മലയാളികളും അത് ലൈവായിട്ട് കണ്ടതാണ്. അവിടെ 3000 കസേര മാത്രമാണ് ഇട്ടത്. 3000 കസേര കഴിഞ്ഞ് കസേര കിട്ടാതെ എത്ര ആളുകളാണ് ആ വാതിക്കലും പുറത്തും ആയിട്ട് നിന്നിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ തന്നെ അദ്ദേഹത്തോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി ഇതിപ്പം ലൈവായിട്ട് ഓൺലൈനിൽ കിടപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇതുപോലൊരു ആൾക്കൂട്ടം അദ്ദേഹം പോലും ഇതിന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അതിനുശേഷമാണ് 3 ചർച്ചകൾ, ബഹുമാനപ്പെട്ട ലാല് സൂചിപ്പിച്ചതുപോലെ 3 വേദികളിലായിട്ടായിരുന്നു ചർച്ചകൾ. ആ വേദിയിൽ പ്രത്യേകിച്ച് മാസ്റ്റർ പ്ലാനിന്റെ ചർച്ച നടന്ന വേദിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അവിടെയായിരുന്നു. ഒരുപക്ഷെ ഒരു വേദിയിൽ 600 ഉണ്ടാവും. കാരണം ഇത് 3 സ്ഥലങ്ങളിലായിട്ടാണ് ചർച്ചകൾക്ക് വേണ്ടി ആളുകൾ പോയിട്ടുള്ളത്. അവിടെ വന്നിട്ടുള്ള മുഴുവൻ ആളുകളും ചർച്ചയിൽ വന്ന് ഇരുന്നിട്ടുണ്ടോ? ചിലപ്പോൾ ഇരുന്നിട്ടുണ്ടാവില്ല. അത് സ്വാഭാവികമാണ്. ഒരു വലിയ പരിപാടികൾ നടക്കുമ്പോ എല്ലാ ആളുകളും ഒരു ചർച്ചാവേദിയിൽ വന്നിരിക്കണം എന്ന് പറയുന്നത് ഒരിക്കലും ന്യായമല്ല. അങ്ങനെയുള്ള ഒരു ബാലിശമായ ഒരു വാദമാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഉയർന്നു വന്ന പ്രസംഗങ്ങൾ, അവിടെ ഇത്രയും മതനേതാക്കന്മാർ നടത്തിയ പ്രസംഗം, ഇത്രയും മതനേതാക്കന്മാരുടെ പങ്കാളിത്തം, NSS ആണെങ്കിലും SNDP ആണെങ്കിലും KPMS ആണെങ്കിലും, അങ്ങനെ മലേറിയ ആണെന്നുണ്ടെങ്കിലും വിവിധ വെള്ളാള മഹാസന്മാർ അവരെല്ലാം ഈ ചർച്ചയിൽ അവിടെ അനുഭാവം പ്രകടിപ്പിക്കാൻ, പിന്തുണ പ്രഖ്യാപിക്കാൻ, ഇത് വിജയിപ്പിക്കാനാണ് അവരെല്ലാം എത്തിയത്. കാരണം അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിമാർ, കാരണം ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ രണ്ട് മന്ത്രിമാരാണ് അവിടെ പൂർണ്ണമായും അവിടെ പങ്കെടുത്തിട്ടുള്ളത്. അപ്പൊ അതിനെ നമ്മൾ ഒരു കാരണവശാലും ഉയർത്തി കാണിക്കരുത്. ഇതുവരെ നടത്തിയ പ്രചരണങ്ങൾ മുഴുവൻ പൊളിഞ്ഞു പാളിഷായി. അപ്പോ പുതിയ ആരോപണങ്ങൾ എന്തിനു വേണ്ടിയാണ്? കാരണം ലൈവായി ഈ പരിപാടികൾ മുഴുവൻ കണ്ടവരാണ് ലോകമെങ്ങുമുള്ള മലയാളികൾ. അവരുടെ മുന്നിൽ നമ്മൾ സ്വയം താഴരുത്. നമ്മുടെ സ്വയം വില നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കാണ് ഈ കാര്യങ്ങൾ, ഇത്തരം ചർച്ചകൾ എത്തുന്നത് എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. ശരി.